ഇതെന്റെ സുഹൃത്താണ് മൊയ്തുക്ക. അതെ അതെ, ഒരു അത്യാവശ്യമായിട്ട് വന്നതാണ്. മൂപ്പക്ക് ചെറിയ വിഷമം വന്നു, കുറച്ച് പൈസ വേണമായിരുന്നു. ആ, ഒരു 50,000 റുപ്യ വേണം. അത്യാവശ്യം ഒന്നുമില്ല, ഒരു മാസ്റ്റർ റോളിങ്ങിന് വേണ്ടിയിട്ടാണ്. 8 മാസത്തെ പൈസ ഞാൻ തരാം. പലിശ കറക്റ്റായിട്ട് അടക്കണ്ട. വളരെ കറക്റ്റായിട്ട് കൊടുക്കൂലേ? ആ, ഈടോണെന്നല്ലേ? ഇല്ല ഇല്ല, വീടൊന്നുമില്ല. കല്യാണം എങ്ങനെ ശരിയാ? അല്ല, വീട് പണയത്തിലാണ്. അത് മനസ്സിലായല്ല. 50,000 റുപ്യാണ് എണ്ണി തരണ്ട നമ്മള്. പക്ഷെ പലിശ തരുമല്ലോ. അതില് കാര്യമില്ലേ, നമ്മളിത് കാലം കുറയിട്ട് നടന്ന പരിപാടി അല്ലേ. ഈടില്ലാണ്ട് പറ്റില്ല. റേഷൻ കാർഡ് ഉണ്ടാ? റേഷൻ കാർഡ് വെച്ചാലോ? റേഷൻ കാർഡാ? ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്. 50,000 റുപ്യക്ക് 3 കിലോ അരിയും 1/2 ലിറ്റർ മണ്ണെണ്ണയും. ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നത്, സ്വർണം വല്ല ഇരിക്കണ്ട? നല്ല പണയം വെച്ച് കൊണ്ട് കാറോ അല്ലെങ്കിൽ പുതിയ ബൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വല്ല ബുക്കും പേപ്പറും. സൈക്കിളേ ഉള്ളൂ സ്വന്തമായിട്ട്. സൈക്കിളാ? ഇയാൾക്ക് ഒരു സാധനവും ഇല്ല. നമുക്ക് എന്നാ പിന്നെ സംസാരിക്കാം. 8 മാസത്തെ റോളിംഗ് സംഭവം ശരിയാ. വീടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശരിയാവുക. വന്നേ, ഒരു വഴിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വാ, ഞാൻ വരാം. അതല്ല അങ്ങനെ എന്തെങ്കിലും വഴി നോക്കിയിരിക്കുന്ന എൻ്റെ അമ്മാനച്ഛൻ്റെ വീടാണല്ലോ. 50,000 റുപ്യ ശ്രീധനത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട്. പത്മിനിയമ്മയുടെ ജാതകം ചേരില്ല. പത്മിനിയമ്മയുടെ ചേരില്ല സുമേഷ് ഏട്ടാ. ഞാൻ അടുത്ത് നോക്കാം. രമണി ജ്യോതി നക്ഷത്രം 1945. ഓ, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാവുന്നു അല്ലേ? അത് എവിടുന്ന് കിട്ടി? തപ്പി നടക്കാനല്ലോ, അപ്പൊ കിട്ടിയതാണ്. ഇത് പ്രായം കൂടുതലാ, ഇത് വേണ്ട. അല്ലേ? ദാക്ഷായിണി തിരുവോണം നക്ഷത്രം. അയ്യോ, മാത്രല്ല ഇത് ചൊവ്വാദോഷം കൂടി ഉണ്ട്. അയ്യോ, ഈ ദാക്ഷായിണി ഉണ്ടല്ല, കാണാനുണ്ടല്ല പവനാണ്. സുന്ദരിയാണ്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാം, അത് ചൊവ്വാദോഷമുള്ള ജാതകമാണ്. ചൊവ്വാദോഷമുള്ള ജാതകം പിന്നെ സുമേഷേട്ടൻ്റെ ആണെങ്കിൽ അത് ശുദ്ധജാതകവും. അപ്പോൾ രണ്ടും കൂടെ ഒരു നിലയ്ക്ക് യോജിക്കില്ല. അയ്യോ. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ നിൽക്കുക. എന്നാൽ തന്നെ ദാമ്പത്യം എന്ന് പറയണത് കയറി വന്നാൽ 1 മാസം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. 1 മാസം ഉണ്ടാവല്ല, അത് മതി. എത്തിക്കാൻ വയ്യ, ചിലപ്പോൾ അത് ഒരാഴ്ചയാവാനും മതി. എന്നാലും മതി. ചിലപ്പോൾ 1 ദിവസം ആവാം. മതി. ചിലപ്പോൾ 1 ദിവസം തന്നെയും കിട്ടിയില്ല എന്ന് വരാം. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി റോട്ടിൽ വെച്ചിട്ടും അപകടം സംഭവിക്കാം. അങ്ങനെയും വരാം. വീട്ടിൽ കയറുന്നതിന് മുമ്പാ? അയ്യോ, അത് പറ്റിയാല വിട്ടേര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 3 മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. നല്ലത് വരുമ്പോൾ നോക്കാം. 40-45 കൊല്ലമായിട്ട് ഈ ജാതകക്കുറിപ്പായിട്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുകയാണ്. പ്രായമാണെങ്കിലേ ഇങ്ങനെ കയറി വരികയാണ്. എന്തായാലും ജാതകത്തില് വിവാഹയോഗം എന്നുള്ളതുണ്ട്. അതുകൊണ്ട് കല്യാണം നടന്നിരിക്കും. നടക്കൂല്ലേ? പക്ഷേ ആരോ ഒരാൾ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എതിര് നിൽക്കുന്നുണ്ട്. അവനൊന്നും എനിക്ക് കാണിച്ചെന്നേ. അവനെ അവൻ കണ്ടാലുണ്ടല്ലോ, അവന്റെ കൊമ്പ ഞാൻ കിടക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഇത് കൊള്ളില്ല, നമുക്ക് ഏതെങ്കിലും നല്ലത് വരുമ്പോ നോക്കാം. നോക്കാം അല്ലേ? അഞ്ഞൂറുണ്ടേട്ടാ. അപ്പൊ അതന്നെ പതിവ്. ഞാൻ പോട്ടെ. ഓ, ആയിക്കോട്ടെ. എന്തിനാണ് ഇപ്പൊ ഇത്? ഉണ്ടോ? കുറച്ച് വെള്ളം എടുത്തു. പുറത്താനില്ലല്ലോ. സുമേഷേട്ടൻ പോയാ? സുമേഷേട്ടൻ പോയി. വാവ, എന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കേട്ടാ. ഇന്നിപ്പോൾ 3 കുറിപ്പായിട്ട് വന്നു. 3 യോജിക്കില്ല. ചിലതിനൊക്കെ 10-70 വയസ്സായിട്ടുണ്ട്. ഇയാളൊക്കെ പ്രായ കൂടുതലുണ്ടെന്ന്. എത്ര നാളായി നടപ്പ് തുടങ്ങിയിട്ട്? അച്ഛൻ്റെ കാലം മുതലേ മൂപ്പര് ഇവിടെ വിവാഹാലോചനയായിട്ട് കയറി ഇറങ്ങുകയാണ്. ഏകദേശം 22-23 വയസ്സിലാണ് മൂപ്പർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ ആലോചനയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. ഇതുവരെയും കല്യാണം ശരിയായിട്ടില്ല. എന്തോ അത് നടക്കണില്ല. ആരോ ഒരാൾ എതിര് നിൽപ്പുണ്ട്. അതിപ്പോ ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം അച്ഛൻ, ഇപ്പൊ നിങ്ങൾ.
എന്താ അയൽക്കാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ? അതിന് ഇവിടെ ഒരു തിരക്കൊഞ്ഞ നേരം കിട്ടണ്ടേ? ഏത് നേരം ആൾക്കാരല്ലേ ഇവിടെ? എത്ര ദൂരത്ത് നിന്നാന്നറിയോ ആൾക്കാരൊക്കെ വരുന്നത്? ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ ക്യൂവാ. ആ പിന്നെ തിരക്ക് കൂടുന്ന സമയത്ത് ചിലര് അടുക്കള ഭാഗത്ത് വരും, പോവാൻ ധൃതിയുണ്ട് ഒന്ന് കണ്ടോട്ടെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓളും പഠിച്ച്. പിന്നെ ഇപ്പൊ ഈ 9 മണിക്ക് ശേഷമുള്ളൊന്നും ഇപ്പൊ നോക്കാറില്ല. അല്ല ഇങ്ങനെ ഇരിക്കണ്ടേ? എന്ത് ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ പോരണ്ട, അല്ലാണ്ട് കിളക്കേണ്ട പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഓ പിന്നെ സത്യേട്ടാ, ഇപ്പൊ ഞാൻ വന്നെന്താ വെച്ചാല് മൂത്തോൾക്ക് ഒരു കല്യാണം ശരിയായിരിക്കണം. സായിനക്ക് അത് പിന്നെ മണ്ണാർക്കാട് ചെക്കന്റെ വീട്. എന്താ ജോലി? ചെക്കൻ ദുബായിലാ. ദുബായില് നല്ല പണിയാൻ പോലെ അവിടെ. ഒരു വലിയ വീട്ടുകാരാണ്. അപ്പൊ ഞങ്ങൾക്ക് നാടേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്ന് ഉറപ്പിക്കാൻ, ഡേറ്റ് ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് മോളും പെണ്ണുങ്ങളും പറഞ്ഞേ പോകുമ്പോ അതിൻ്റെതായിട്ടുള്ള കുളൂസിൽ പോകണം. അതായത് നല്ലൊരു കാറിൽ പോകണം എന്നാണ്. അത് വേണം, അത് വേണം. അവരുടെ ഒരു ഗ്രേഡ്. അതെ അതെ, എനിക്ക് 2 കാറൊക്കെ ഉണ്ടാതെ. അപ്പോ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ചുറ്റോട്ടത്തെ ഒരു നല്ല കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുറ്റത്തെടുക്കണ കാറായിട്ടാ ഞാൻ കണ്ടത്. അപ്പൊ ആ കാറ് ഒരു ദിവസത്തേക്കൊന്ന് അങ്ങോട്ട് പോവാൻ കിട്ടിയാൽ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ. അല്ല ഇതിപ്പോ എന്നാ പോണ്ടത്? 13-ാം തീയതിയാണ്. അയ്യോ 13-ാം തീയതി അല്ലേ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞത്? അല്ലോ അത് 13-ാം തീയതി അന്ന് ഇറക്കില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് 12 ആക്കിയാലോ? 12-ാം തീയതി ആക്കാം. 12-ാം തീയതി ഏട്ടന് അപ്പോയിന്റ്മെന്റ്, ഫുൾ ചെക്കപ്പ് ഹോസ്പിറ്റലിലേ. ഫുൾ ചെക്കപ്പിനെ. അത് 12-ാം തീയതിയാ. എന്നാ പിന്നെ അതിനിടക്ക് ഇപ്പൊ നാളെയുള്ള, എന്നാ പിന്നെ നാളെ ആക്കിയാലോ? ഏട്ടാ നാളെ അല്ലേ ക്ഷേത്ര ദർശനത്തിന് പോണെന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ നാളെ അല്ലേ ഇവിടെ ഏട്ടന് കുറെ ബുക്കിംഗ് ഉണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ വരാണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല അതുണ്ട്. ഞാൻ തന്നെ ഇരിക്കും, ഞാൻ പോണില്ല ക്ഷേത്ര ദർശനത്തിന്, ഞാൻ പോണില്ല. അത് ഇദ്ദേഹം പോവും. അപ്പൊ കുഴപ്പമില്ലല്ലോ, കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ നാളെ തന്നെ ആക്കാന്ന്. അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഒരു ദൂരം ബൈക്ക് പോവല്ലേ, അപ്പൊ വൈകുന്നേരം ഇപ്പൊ പോലീസിന്റെ എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലോ? വണ്ടിയിൽ രേഖകളൊക്കെ ഉണ്ടല്ലോ, ആർച്ചി ബുക്കൊക്കെ വണ്ടിയിൽ. എല്ലാം അത് തന്നെ, ഞാൻ ഒന്നും എടുക്കില്ല. അത് മതി. അല്ല എന്തെങ്കിലും രേഖ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിനകത്ത് നിങ്ങളൊന്ന് ഒപ്പിട്ടാൽ. എന്താ ഇതൊരു എഗ്രിമെന്റാ, ഒന്ന് വായിച്ചു നോക്കിയാണ്. മൊയ്തു എന്ന ഞാൻ സത്യശീലൻ ഇന്നോവക്കാർ ഒരു ദിവസത്തേക്ക് വായ്പ വാങ്ങിക്കുന്നു. എന്ത് കേടുപാടുകൾ വന്നാലും ഞാൻ വഹിക്കാം എന്ന് ഇതിനാൽ ഉറപ്പ് നൽകുകയേ. ഇതൊന്നും വേണ്ടപ്പ. അല്ല വേണം വേണം. എന്തിന്? അല്ല ഒരു എഗ്രിമെന്റ് അല്ലേ? ഒരു സമാധാനം. വലിയ ബലേന്റെ കാറല്ലേ സത്യേട്ടാ? ആവശ്യമില്ല. അല്ല എല്ലാം അതിന്റെ റൂട്ടിലായിക്കോട്ടെ നിർത്തിയിട്ടാ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ആവശ്യമുള്ളൂ. അതെന്താ? ഇത് ഞാനിത് എന്റെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് തന്നെ വെക്കാം, നിങ്ങളെടുത്ത് അടച്ചോളി. അപ്പൊ നമ്മളെ 2-ാമത്തെ രേഖയായി ഒക്കെ അതിന്റെ റൂട്ടിലായിക്കോട്ടെ വെച്ചിട്ടാ. വൈകുന്നേരത്തേക്ക് എത്തിക്കില്ലേ? 5:15 നമ്മളേക്ക് വരുമല്ലോ. 5:15 നമ്മളേക്ക് വരും. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ രാവിലെ ഞാൻ വന്നിട്ട് വണ്ടി എടുത്തോളാം. ചാവി വണ്ടി തന്നെ ഉണ്ട്, കഴുകാൻ വേണ്ടി എടുത്തോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ സന്തോഷം. സന്തോഷം. ആവശ്യമില്ല അത് ഓരോന്ന് വെക്കണം. എന്തിനാ? കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മുതലല്ലേ. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടോളൂ. അങ്ങനെ അല്ലെങ്കിൽ പേടിച്ചുണ്ടാവും, പതുക്കെ ഓടിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല.